നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ കണ്ടിട്ട്, അതായത് വീഡിയോ ഒരെണ്ണം വീട്ടിലിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്തിട്ട്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതാണ് ഒരു ന്യൂസ് കണ്ടത്. നമ്മുടെ ബോൺവിറ്റ പോലത്തെ ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ ഹെൽത്ത് ഡ്രിങ്ക് എന്ന ലേബലിലാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു ലേബലും മാറ്റാനായിട്ട് അവർക്ക് കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയെന്ന് പറഞ്ഞിട്ട്, നമുക്കറിയാം ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ് ഈ വക സാധനങ്ങളൊക്കെ പണ്ട് തൊട്ടേ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ചിലരാണെങ്കിൽ അത് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ പരസ്യം കണ്ടിട്ട് ആ പരസ്യത്തിൽ വീണിട്ട് കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ വാശി പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് തന്നെയായാലും ഇതെല്ലാം ഹെൽത്ത് ഡ്രിങ്കിൽ പെടുന്ന സാധനങ്ങളല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അവരങ്ങനെ ഒരു ലേബൽ വെച്ചാണ് ഇത്രയും കാലം ഇത് വിറ്റുകൊണ്ടിരുന്നത്, പ്രൊമോട്ട് ചെയ്ത് വിറ്റുകൊണ്ടിരുന്നത്. എല്ലാ പരസ്യത്തിലും നമുക്ക് കാണാം, താഴെ ഇങ്ങനെ ആരോഗ്യത്തിന് ഇത്ര നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി കാണിക്കുന്നു, പറയുന്നു 5 times കുഞ്ഞുങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാണുന്നത് നമുക്കറിയാമല്ലോ, എല്ലാ ടൈപ്പും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ഇത് ഹെൽത്ത് ഡ്രിങ്ക് അല്ല എന്ന് പറഞ്ഞ് തെളിയിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബൽ കൊടുക്കരുത് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലാവുന്നതിനേക്കാൾ അധികമായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ചില കുഞ്ഞുങ്ങളൊക്കെ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് അല്ലെങ്കിൽ ബോൺവിറ്റ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെറുതെ വാഴ്ത്തിരുന്ന കുട്ടികളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമ്മുടെ കഫീൻ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് കണ്ടന്റുള്ള സാധനം നമ്മുടെ ശരീരത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡിക്ഷൻ വരുന്ന സാധനമാണ്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇത് വീണ്ടും വീണ്ടും വാരി തിന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ്. ഒരു തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇതിനകത്ത് ആ മിനറൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റമിൻസ് ഉണ്ടാവും, ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടാവും എന്നൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്തൊന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതായ സാധനങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വഷളാക്കുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളിപ്പം ചെറുപ്പത്തിലേ തന്നെ ഡയബറ്റീസ് ആകുന്നുണ്ട്. ഇങ്ങനെ ഡയബറ്റിക് ആകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സാധനങ്ങൾ. അടുത്തതാണ് ചോക്ലേറ്റ്. ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ന്യൂസാണിത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. 1.5 വയസ്സുള്ള കുഞ്ഞ് പഞ്ചാബിലാണ്, ലുധിയാനയിൽ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം മരണമടഞ്ഞു. അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോഴാണ് കണ്ടത്, എന്താണ് കുഞ്ഞ് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്വേഷിച്ച് ചെന്നപ്പോൾ ചോക്ലേറ്റ് ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പം ഒരു ഡേറ്റ് കഴിഞ്ഞ് ചോക്ലേറ്റ് കഴിച്ചു എന്ന് വെച്ച് എന്താണ് സംഭവിക്കുക? നമ്മളങ്ങനെ വിചാരിക്കില്ലേ? അപ്പോൾ അതിനകത്ത് അത്രമാത്രം മോശമായിട്ടുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ടല്ലേ അത് ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് കഴിച്ചു എന്ന് കരുതിയിട്ട് കുഞ്ഞ് മരണത്തിലേക്ക് പോകുന്നത്, രക്തം ഛർദ്ദിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ അറിയില്ല. സോഫാർ വേറൊരു റീസൺ ഒന്നും ഡോക്ടേഴ്സോ അല്ലെങ്കിൽ പോലീസോ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു ഇത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ വേറൊരു ന്യൂസ് കണ്ടാണ്. ഇതുപോലെ ഒരുപാട് ന്യൂസസ് കാണുമ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന്. കാഡ്ബറിയുടെ ഒരു ചോക്ലേറ്റാണിത്. ഹൈദരാബാദിലൊരു ആൾ മേടിച്ചപ്പോൾ കണ്ടതാണ്. അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ, അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു, ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ? അതിനകത്ത് കണ്ടോ? അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആ ചോക്ലേറ്റിനകത്ത്. നമ്മളിത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികളുടെ ആരോഗ്യം നമ്മുടെ കയ്യിലായതുകൊണ്ട് ചോയ്സ് നമ്മുടെയാണ്. വാങ്ങിച്ചു കൊടുക്കണം വേണ്ടത് വാശി പിടിക്കും. നമുക്കറിയാം, ഇത് കൊടുത്ത് ശീലിച്ച അല്ലെങ്കിൽ കഴിച്ച് ശീലിച്ച കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും വാശി പിടിക്കും, അല്ലേ? അപ്പോൾ ഇത് ഇനിയും വാങ്ങിച്ചു കൊടുക്കണത് തുടരണമോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് വലുത്. നമുക്കറിയില്ല ഇത് ഡേറ്റ് കഴിഞ്ഞ സാധനമായിരിക്കുന്നു. ഡേറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഡേറ്റ് മാറ്റി അടിച്ചു വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത്തരം സാധനങ്ങൾ വേണ്ട, നമുക്ക് ഒഴിവാക്കിയാൽ മതി. ഇനി ചോക്ലേറ്റ്സ് വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ആവാം, പക്ഷെ അത് നല്ല സാധനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിൽ വന്നുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ പറയുന്ന ഇത്രയും എക്സസീവായിട്ടുള്ള ഷുഗറൊന്നും ആഡ് ചെയ്യാതെ തന്നെ. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യം കാർന്ന് തിന്നുന്ന സാധനങ്ങളാണ്. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്സ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എനിക്കൊന്നൊരു 2 വർഷത്തിന് മുൻപേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറിലാക്ക് ഇനത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ദയവ് ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്, ബിസ്ക്കറ്റ്സ് അതുപോലത്തെ സാധനങ്ങളൊക്കെ. അതും ഞാൻ ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡിനെയും മെൻഷൻ ചെയ്ത് പറഞ്ഞതല്ല. പക്ഷേ നമുക്കറിയാം അതിനകത്തൊക്കെ ഇന്ന സാധനങ്ങളാണ്. ഞാനത് വാങ്ങിച്ചതിൻ്റെ ഇൻഗ്രീഡിയൻസ് സഹിതം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ.
അപ്പം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് പല പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഡോക്ടർ റീസൺ ചോദിച്ചു, ഇങ്ങനെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്താൻ പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരുപാട് പേര് ആ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അതായത് നിങ്ങൾക്ക് പുതിയ എന്തോ ഫുഡ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ, ബേബി പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ബ്രാൻഡിനെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ഈ സാധനങ്ങളെ കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കൊടുത്തതാണ്, ഞാൻ കഴിച്ചിരുന്നു, എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നു, ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കുഴപ്പമില്ല. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അത്തരത്തിൽ ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ കണ്ണ് തുറപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ഞാൻ ഈ വീഡിയോ കാണാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ഓരോ അമ്മമാരിലേക്കുമാണ് ഞാനിത് എത്തിക്കുന്നത് അല്ലെങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അടിയിലും കുറേ കോൺട്രവേഴ്സി കോമെൻറ്റ്സ് ഒക്കെ വരുമായിരിക്കും. സാരമില്ല, നമുക്ക് വിഷയമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതൊരു 1000 പേരിലേക്ക് അല്ലെങ്കിൽ ഒരു 2000 അമ്മമാരിലേക്ക് എനിക്കിത് എത്തിക്കാൻ പറ്റി. അവർ ഇനി ഞാൻ മേടിച്ച് കൊടുക്കില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഏറ്റവും വലിയ സക്സസ് ആയിട്ട് കാണുന്നു. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്സ്. നമുക്കറിയാം ഇന്ന് ബിസ്ക്കറ്റ് ഇല്ലാത്ത എത്ര വീടുകളുണ്ട്. നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞിന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാറില്ല എന്നുള്ളവർ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ വാങ്ങിക്കാറില്ല, വളരെ റെയറായിട്ട് വല്ലപ്പോഴും വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമുക്ക് വേറെ നിവൃത്തി ഒന്നുമില്ല എന്ന് വരുന്ന സമയത്ത് മാത്രം വാങ്ങിക്കാറുണ്ട്, അല്ലാതെ വാങ്ങിക്കാറില്ല. അതും വാങ്ങിച്ചാൽ നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ ഈ എന്താ പറയുക അകത്ത് ക്രീം ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഈ വക സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. കാരണം നമുക്കറിയാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അത്രമാത്രം ഷുഗർ കണ്ടൻ്റാണ്, മൈദയാണ്, കഫീനാണ് അല്ലെങ്കിൽ ചോക്ലേറ്റ്, ഇതൊക്കെയാണെന്നുള്ളത്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ട ഒന്നും അതിനകത്തില്ല. പലരുടെയും ഒരു ന്യായീകരണമാണ്, നമ്മുടെ അമ്മമാരുടെ ന്യായീകരണമാണ്, വേറെ ഒന്നും കഴിക്കാത്ത ഞങ്ങളുടെ കുഞ്ഞ് ഇതെങ്കിലും കഴിക്കട്ടെ എന്ന്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വാങ്ങിച്ചു കൊടുക്കുന്നു. ആയിക്കോട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ് വലുതെങ്കിൽ ഒരു നേരം കുഞ്ഞ് ഫുഡ് കഴിച്ചോളെങ്കിലും അത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ 3 നേരവും വളരെ കുറച്ചേ കഴിച്ചോളെങ്കിലും അത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കും, കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കും. അപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം ഫുള്ള് യാത്ര ചെയ്തില്ലേ, ട്രെയിനിൽ പോയി, ബസ്സിൽ കയറി, ഫ്ലൈറ്റിൽ കയറി, എല്ലാ രീതിയിലും യാത്ര ചെയ്തു. ഒരുപാട് സ്ഥലത്ത് പോയപ്പോൾ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുക, പ്രത്യേകിച്ച് ട്രെയിനിൽ കേട്ടോ, ഓറിയോ ബിസ്ക്കറ്റ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഞാൻ ഓറിയോ ബിസ്ക്കറ്റിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഡോക്ടർ പറഞ്ഞ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട്, ഡോക്ടർ എഴുതിയ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട്. കാരണം അത് ഹെൽത്തിന് ഭയങ്കര മോശമാണെന്നുള്ളത് ഡോക്ടേഴ്സ് തന്നെ ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. എന്നിട്ടും നമ്മളത് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. ഇത്രയധികം സാധനങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മൾ അത്രയധികം വാങ്ങിക്കുന്നത് കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഒരു കമ്പനി മുതലാളിമാരും നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നന്നാവട്ടെ അല്ലെങ്കിൽ അവർ നല്ല വണ്ണം വെച്ച് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ ഒരു സാധനങ്ങളും ഉണ്ടാക്കില്ല. അവരെങ്ങനെ അവരുടെ പ്രോഫിറ്റ് കൂട്ടാം അല്ലെങ്കിൽ അടുത്ത നേരെ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനിയൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പം ഇത് കണ്ണു തുറന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പേരൻസാണ്. അമ്മമാരെ മാത്രം ഉത്തരവാദിത്തമല്ല, പക്ഷേ അച്ഛന്മാരെയൊക്കെ കൂടുതൽ നമ്മൾ അമ്മമാരാണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മമാരെ മെൻഷൻ ചെയ്ത് പറയുന്നത്, നമ്മൾ പേരൻസ്. അപ്പം ബിസ്ക്കറ്റൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പാടേ ഉപേക്ഷിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനു മുൻപേ എത്രയോ വീഡിയോസ്, എനിക്കറിയില്ല ഞാൻ ഇത്തരം വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ആരിലേക്കും എത്താറില്ല. ആകെ ആ സെർലാക്ക് പോലത്തെ പ്രോഡക്റ്റിൻ്റെ മാത്രം വീഡിയോയാണ് കുറേ ഒരു 4 lakhsോളം ആൾക്കാർ കണ്ടിട്ടുള്ളൂ. മറ്റേ എല്ലാം 2000, 3000 ഒക്കെ മാക്സിമത്തിൽ ഒതുങ്ങി നിൽക്കും. കാരണം ഇതൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഹോർലിക്സ്, വുമൻസ് ഹോർലിക്സ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലുള്ള ഹോർലിക്സ് കഴിക്കുക. ചില ഡോക്ടേഴ്സ് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്, എന്ത് കാര്യത്തിനാണെന്നറിയില്ല. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്ത് സാധനമാണ് അവർ പൊടിച്ച് നമുക്ക് തരുന്നത്. ഈ ഗർഭിണി നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ, അവർക്കൊരു നല്ല കുഞ്ഞുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരും? ഒരിക്കലുമില്ല. അവരവരുടെ ബിസിനസ് വളർത്തുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. അഡീഷണൽ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ഇതെല്ലാം അഡീഷണൽ ഹെൽത്ത് പ്രോബ്ലംസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു നേഴ്സായ എനിക്ക്, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു നേഴ്സായ എനിക്ക് ഇതിന് എഗനസ്റ്റായിട്ട് വോയിസ് റേസ് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്ക് ഇതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിർത്തുക.
കുറച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് നിർത്താം. കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിനൊരു അഡിക്ഷൻ അവരുടെ ബ്രെയിനിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വയലൻ്റ് ആവും, കിടന്ന് വീട്ടിൽ ബഹളം വെച്ച് കരഞ്ഞ് എല്ലാം തല്ലി പൊളിച്ച്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൊണ്ട് വന്നിട്ടായാലും നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനായിട്ട് നമ്മളല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തിയായ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ എങ്കിലും കുറച്ച് പേരിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ദയവ് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആവശ്യക്കാരിലേക്ക് ഇതൊന്ന് എത്താൻ വേണ്ടിയാണ്. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.